നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 17 തിങ്കളാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. ഇപ്പോൾ US ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫുകളും ഓട്ടോ സെക്ടറിന് ഏർപ്പെടുത്തിയ താരിഫുകളും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റുകളുടെ ദിശ തീരുമാനിക്കുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എൻവിഡിയ, മൈക്രോസോഫ്റ്റ് എന്നിവ ഇടിയുകയുണ്ടായി. ട്രഷറി ഈൽഡുകൾ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളും ജനുവരിയിലെ കൺസ്യൂമർ പ്രൈസസും ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ ഹോക്കിഷ് കമന്റ്സും തന്നെയാണ് വിപണിയിൽ കഴിഞ്ഞ ആഴ്ച വലിയ വൊളറ്റാലിറ്റി ഉണ്ടാക്കിയത്. S&P 500ലെ 11 സെക്ടറുകളിൽ കൺസ്യൂമർ സ്റ്റാപ്പിൾസും ഹെൽത്ത് കെയർ സെക്ടറുമാണ് നഷ്ടമുണ്ടാക്കിയത്. ഇനി ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ബിഗ് ഗെയിനേഴ്സ് എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന യൂറോപ്യൻ വിപണിയാണ്. വെള്ളിയാഴ്ച നെഗറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിലും ഈ വർഷം പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 9% ഉയർന്നു. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.78% ഇടിഞ്ഞു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ICICI ബാങ്ക് 0.03% നേട്ടവും HDFC ബാങ്ക് 0.1% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 2.79% ഇടിവും രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ള അസറ്റ് ക്ലാസ് ആയ സ്വർണത്തിലേക്ക് വരാം. വെള്ളിയാഴ്ച ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 1% മുകളിൽ ഇടിഞ്ഞു. ഇന്നലത്തെ കേരളത്തിലെ സ്വർണ്ണവില 63,120 രൂപയാണ്. ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ കാണിച്ചു തരുന്നത് 35 മുതൽ 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ഇന്ന് സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മുടെ സോൺ വീണ്ടും ടച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സൽ ആണോ, അതോ ഡൗണിലേക്ക് വീണ്ടും താഴേക്ക് പോവുകയാണോ ചെയ്യുക എന്ന് തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ നൽകാറുള്ളത്. ഇപ്പോൾ 50% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ലൈക്ക് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, കഴിഞ്ഞ ആഴ്ച റെസിപ്രോക്കൽ താരിഫുകൾ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഓട്ടോ സെക്ടറിൽ പുതിയ താരിഫ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു. ഏപ്രിൽ 2 വാഹനങ്ങൾക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് പദ്ധതിയിടുന്നു. ആഗോള വ്യാപാരം പുനഃക്രമീകരിക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. ഇതിലൂടെ US ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഉൽപാദനം US മാറ്റാൻ കമ്പനികളെ സമ്മർദ്ദത്തിലാക്കുക എന്നത് തന്നെയാണ്. ഇതുകൂടാതെ US ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അധിക ലെവിയും ഏപ്രിലിൽ വന്നേക്കും എന്ന വാർത്ത വരുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഇതിൽ ബാധിക്കാൻ പോകുന്നത് കാർ നിർമ്മിക്കുന്ന ഈ പറയുന്ന കമ്പനികളാണ്. വോൾക്സ് വാഗന്റെ US വിൽപ്പനയുടെ 80% ഇറക്കുമതിയാണ്. ഹുണ്ടായുടെ, കിയയുടെ US വിൽപ്പനയുടെ 65% ഇറക്കുമതിയാണ്. US വാഹന വിപണിയുടെ 50% ഇറക്കുമതിയാണ് എന്നതാണ് ഏറ്റവും സവിശേഷകരമായ കാര്യം. ഇനി നമുക്കറിയേണ്ടത് ഇന്ത്യയിലെ കമ്പനികൾക്ക് ഇത് എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്നത് തന്നെയാണ്. ധാരാളം കമ്പനികൾ US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികളെല്ലാം വരുന്നുണ്ട്. ഇവരുടെയൊക്കെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോക്കുകൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റും വളരെ കുറവായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം, ഗ്ലെൻമാർക്ക് ഫാർമ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 347.96 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി 470.14 കോടി രൂപ നഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 35.1% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി നാരായണ ഹൃദയാലയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 2.6% വർധനവ് രേഖപ്പെടുത്തി. 192.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.5% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത്, ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 115.3 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 7.3% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിൽ 10% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത്, NRB ബിയറിംഗ്സ്. നെറ്റ് പ്രോഫിറ്റിൽ 87.1% ഇടിവ് രേഖപ്പെടുത്തി. 21.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 165.6 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 7.8% വർധനവും രേഖപ്പെടുത്തി. അടുത്തത്, RVNL എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 13.1% ഇടിവ് രേഖപ്പെടുത്തി. 311.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.6% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ബൊറോസിൽ റിന്യൂവബിൾസ് ആണ് മറ്റൊരു കമ്പനി.
നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയത് 30 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 15.9 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലോസ് ആയി രേഖപ്പെടുത്തിയത്. അതായത് ലോസ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. റവന്യൂവിൽ 9.4% വർധനവ് രേഖപ്പെടുത്തി 361.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സെൻ ടെക്നോളജീസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 29.9% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 39.7 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 52.9% വർധനവ് രേഖപ്പെടുത്തി 152.2 കോടി രൂപയിലാണ് ഉള്ളത്. ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനി ABB ഇന്ത്യയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റുമാണ്. ഇനി നമ്മുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വെറും 1000 രൂപ കൊണ്ട് ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സുവർണാവസരം നമ്മളിവിടെ തരികയാണ്. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ ആർക്കെങ്കിലും ഓപ്ഷൻസിന്റെ ഈ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISന്റെ സെല്ലിംഗ് വീണ്ടും കൂടിയിരിക്കുന്നു. 4294 കോടി രൂപയ്ക്കാണ് FIS വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4363 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റിൽ നിന്നും 4th ക്വാർട്ടർ എക്കണോമിക് ഗ്രോത്ത് ഡാറ്റയാണ് പുറത്തു വന്നത്. അനലിസ്റ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ആയിരുന്നു അത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.20% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.43% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,956 എന്ന നിലയിൽ 24.50 പോയിന്റ് സബ്സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം ഒരു 40 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. മെക്സിക്കോക്കെതിരെ ഉപരോധം അവസാനിപ്പിച്ച് ആഗോള വിതരണ തടസ്സങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയുടെ സാധ്യതകൾ വെള്ളിയാഴ്ച ഇൻവെസ്റ്റേഴ്സ് വിലയിരുത്തിയതിനാൽ ചെറിയ ഇടിവാണ് വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകളിൽ രേഖപ്പെടുത്തിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.60 പെർ ബാരൽ എന്ന നിലയിൽ 0.19% ഇടിവിലാണ്. WTI ഉള്ളത് $70.56 പെർ ബാരൽ എന്ന നിലയിൽ 0.21% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റിയിലേക്കാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 102 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നല്ലപോലെ ഡൗൺ ആയ നിഫ്റ്റി പിന്നീട് സെക്കൻഡ് ഹാഫിലാണ് തിരിച്ചു വന്നത്. ജനുവരി 27-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 22,788 ബ്രേക്ക് ആയെങ്കിലും ഈ ഒരു സോൺ 22,800 മുതൽ 22,780 വരെയുള്ള ആ ഒരു സോണിൽ നല്ല ബൈയിങ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് വീണ്ടും നമുക്ക് കണ്ടത്. അതുകൊണ്ടാണ് നിഫ്റ്റി അവിടെ നിന്നും വീണ്ടും റിവേഴ്സ് ചെയ്തത്. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ റിവേഴ്സലിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന്റെ ഡൗൺ സൈഡിൽ നിന്നുമുള്ള ഒരു റിവേഴ്സൽ കൂടിയായിരുന്നു. പക്ഷേ വീക്ക്ലി ബേസിസിൽ ഒരു നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഘടകം ഒരു ഈവനിങ് സ്റ്റാറിന് സമാനമായ കാൻഡിൽ പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ഇത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ ആണെങ്കിലും ആവറേജ് ബിയറിഷ് വോളിയത്തിൻ്റെ അത്രയുള്ള ഒരു ബിയറിഷ് വോളിയം ഇപ്പോൾ ഫോം ആയിട്ടില്ല. കൂടാതെ അടുത്ത ആഴ്ചയിലെ ആ ഒരു കാൻഡിൽ കൂടി പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് ഒരു സ്ഥിരീകരണം ഇതിൽ ലഭിക്കുകയുള്ളൂ. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,900 സ്ട്രൈക്കിൽ 95% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാം. കോൾ സൈഡിൽ 683% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. പുട്ട് സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തതായി 22,850 സ്ട്രൈക്കിൽ 144% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 676% വർധനവ് നല്ലൊരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,980 സ്ട്രൈക്കിൽ 87% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 345% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് നല്ല ശക്തിയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 23,300 സ്ട്രൈക്കും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,500, അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,300-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. 49,099-ൽ 260 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ചാൽ നിഫ്റ്റിയുടേതിന് അത്ര
വലിയ ഒരു വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലത്തെ ഒരു ചാനൽ പാറ്റേണിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായിട്ട് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ചാനൽ പാറ്റേണിന്റെ സെൻട്രൽ ടച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ആവറേജ് ബിയറിഷ് വോളിയത്തിലും ഒരു കുറവുണ്ടായിട്ടുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 49,740 പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിനുശേഷം 50,500. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുള്ള 48,952 ഡൗൺ സൈഡിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം 48,041 ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 47,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.